എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാവിലെയും ദൈവവചനം കേട്ട് ആരംഭിക്കാൻ കർത്താവ് കൃപ തരുന്നല്ലോ. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഒരു സാധാരണ ദിവസം മറ്റുള്ള അനേകരുടെ സ്വപ്ന ദിവസമാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നോർമലായിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു സാധാരണ ദിവസം, നമ്മെപ്പോലൊരു സാധാരണ ദിവസം കിട്ടാൻ കൊതിക്കുന്ന ലക്ഷങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. പലരും ഓക്സിജൻ മാസ്ക് മാറ്റാൻ കഴിയാത്തവരായും, നാളുകളായി കട്ടിലേ കിടക്കുന്നവരും, വീൽ ചെയറിലിരിക്കുന്നവരും, ജന്മന അനേക വൈകല്യത്തോടെ ഇഴഞ്ഞ് നടക്കുന്നവരും, ഇങ്ങനെയുള്ള ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ ഒരു സാധാരണ ദിവസം അവരുടെ സ്വപ്ന ദിവസമാണ്. അതുകൊണ്ട് ഓരോ ദിവസത്തിനും ഓരോ നിമിഷത്തിനായും നാം കർത്താവിന് നന്ദി പറയണം. കർത്താവേ, നീ എനിക്ക് തന്ന സൗകര്യങ്ങൾക്കും ആരോഗ്യത്തിനും ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കുമായിട്ട് നന്ദി. അങ്ങനെ പറയാതെ നമ്മൾ പലപ്പോഴും ദൈവം നമുക്ക് തന്ന ബുദ്ധിശക്തിയെ തെറ്റായി ഉപയോഗിക്കുന്നു. ഓർമ്മശക്തിയെ വീണ്ടും തെറ്റുകൾ ഓർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഓർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മുടെ ഓർമ്മശക്തിയെ ഓർത്ത് സ്തോത്രം ചെയ്യണം. നമ്മുടെ ബുദ്ധിശക്തിയെ ഓർത്ത് സ്തോത്രം ചെയ്യണം. എല്ലാറ്റിനും നമ്മൾ കർത്താവിന് നന്ദിയുള്ളവരായിരിക്കണം. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം മനുഷ്യനെ പൂർണ്ണതയുള്ളവനായി സൃഷ്ടിച്ചു. ദൈവത്തിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഇനിയും അധികമധികമായി ചെയ്യാൻ കർത്താവ് മതിയായവനും ആകുന്നു. നമുക്ക് യേശുവിൽ ആശ്രയിക്കാം. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 12 വരെ നമ്മൾ വായിച്ചു. അനന്യാസിനോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. 11-12 കർത്താവ് അനന്യാസിനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസൂസുകാരനായ ശൗൽ എന്നു പേരുള്ള ഒരുവനെ അന്വേഷിക്കുക. കർത്താവ് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു. വെറുതെ ചെന്ന് അന്വേഷിച്ചാൽ മാത്രം മതി. അവൻ പ്രാർത്ഥിക്കുന്നു, അനന്യാസ് എന്ന ഒരു പുരുഷനകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു. അനന്യാസിനോട് കർത്താവ് പറയുന്നു, ശൗല് നിന്നെ കാത്തിരിക്കുന്നു. ശൗലിനോട് കർത്താവ് പറഞ്ഞു, അനന്യാസ് വരും. രണ്ടിടത്തും പ്രവർത്തിച്ചത് കർത്താവ് തന്നെയാണ്. ഒരു വ്യക്തിയുടെ വിടുതലിനായി ദൈവം ഒരുക്കുന്ന കാര്യങ്ങൾ എത്ര വ്യക്തതയുള്ളതാണ്. കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇതാണ്. കർത്താവ് അവനെ സന്ദർശിച്ചു, അവനെ ഒരു സ്ഥലത്താക്കി, അവന് വെളിപ്പാട് കൊടുത്തു. അനന്യാസ് വരുന്നതായിട്ട് അവനെ കാണിച്ച് അവൻ കാത്തിരിക്കുന്നു. ഇവിടെ അനന്യാസിനെ ഒരു ദർശനത്തിൽ, ഇന്ന പോലെ ഒരുത്തൻ ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്, നീ പോയി അവനെ കാഴ്ച കൊടുക്കണം, അവനെ സൗഖ്യമാക്കണം, നീ അവനെ കൈവച്ച് വേർതിരിക്കണം, നീ അവനെ സ്നാനപ്പെടുത്തണം, അവനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിന്നെ ഒരാദ്യ പടിയായിട്ട് ഞാൻ ഉപയോഗിക്കാൻ വേണം. ആദ്യം ഞാൻ അവനെ തൊട്ടു, രണ്ടാമത് നീ പോകണം. ഒരുവനെ കർത്താവിൽ തികഞ്ഞവനാക്കാൻ കർത്താവ് അനേകരെ വെച്ചിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 4:11 അവൻ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, പാസ്റ്റേഴ്സ്, അടുത്തത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെയുള്ളവരെ ആക്കിയിരിക്കുന്നത്. എന്തിനാണ്? സഭയെ എക്യുപ്പ് ചെയ്യാൻ, സഭയെ പണിതെടുക്കാൻ, സഭയെ വളർത്തിയെടുക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന 5 വിധ ആൾക്കാരെ അവിടെ കാണാം. ആ കൂട്ടത്തിൽ ഒന്ന് പ്രോഫറ്റാണ്.
അനന്യാസ് ഒരു പ്രോഫറ്റാണ്. അനന്യാസിനോട് ദൈവം പറഞ്ഞു, നീ അവിടെ ചെല്ലണം. അഡ്രസ്സും പേരും ഡീറ്റെയിലും എല്ലാം കൊടുത്തു. ചിലർക്ക് ദൈവം വചനത്തിൻ്റെ വെളിപ്പാടാ കൊടുക്കുന്നത്. ഒരു ടീച്ചർക്ക് ദൈവം അത് കൊടുക്കും. ഒരു പാസ്റ്റർക്ക് ദൈവം ആ വ്യക്തിയെ നിലനിർത്താനുള്ള മനസ്സലിവും കരുണയും വാത്സല്യവും കൊടുക്കും. ഒരു സുവിശേഷകനെ അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടെത്താനും സുവിശേഷം അറിയിക്കാൻ കൃപ കൊടുക്കും. ഒരു അപ്പോസ്തലന് ആ വ്യക്തിയുടെ ദേശത്തെ ഒരു സഭയുടെ അന്തരീക്ഷത്തിൽ കൊണ്ടുവരാനുള്ള ആധികാരികമായ പ്രവർത്തികൾ കൊടുക്കും. അങ്ങനെ ഒരു വ്യക്തിയെ ഒരു സഭയാക്കി മാറ്റാൻ പറ്റിയ 5 വിധ ശുശ്രൂഷകന്മാരാണ് എഫേസ്യർ 4:11. അത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഈ വിരലുകൾ ഓർത്താൽ മതി. തള്ളവർ ഓർക്കുമ്പോൾ അപ്പോസ്തലൻ്റെ പ്രത്യേകത എല്ലാ വിരലുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയുള്ളവൻ എല്ലാ ശുശ്രൂഷകളും ചെയ്യും. ഏതൊക്കെ? ഈ 4 ഏതാണ്? പ്രവാചകൻ, സുവിശേഷകൻ, പാസ്റ്റർ, ഉപദേഷ്ടാവ്. ഇതെല്ലാം ഒരു അപ്പോസ്തലന് ചെയ്യാൻ പറ്റും. അടുത്തതാണ് അപ്പോസ്തലൻ സഭകൾ സ്ഥാപിക്കുന്നവനാണ്. ആരോ പറഞ്ഞു, അപ്പോൾ സ്ഥലത്തുള്ളവനാണ് അപ്പോസ്തലൻ. അതെ, ദൈവത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടാകും. അപ്പോൾ തന്നെ സ്ഥലത്ത് അവനുണ്ടാകും. ദൈവം അവനെ അവിടെ ആക്കും. 2, പ്രവാചകൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ചൂണ്ടി സംസാരിക്കുന്ന വ്യക്തി, ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങി സംസാരിക്കുന്ന വ്യക്തി. 3, സുവിശേഷകൻ, ഏറ്റവും ഉയരമുള്ള വിരലാണ്. എവിടെയും എത്തും, ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ട വ്യക്തി. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു വിളി. അടുത്തതാണ് പാസ്റ്റർ, ഇടയൻ. അദ്ദേഹം സഭയെ ചേർത്ത് നിർത്തുന്ന വ്യക്തിയാണ്. ഏറ്റവും ചെറിയ വിരൽ, ചെവിയിലോട്ട് കാര്യങ്ങൾ കടത്തി കൊടുക്കുന്നയാളാണ് ചെറുവിരലിൻ്റെ പ്രത്യേകത. ചെവിയിലിടക്കൊക്കെ നീട്ടുന്ന നമുക്കൊന്ന് കറക്കാം, വേറെ ഒരു വിരലും കയറത്തില്ല. അപ്പം ഇങ്ങനെ ഓർത്താൽ മതി. അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. ഇങ്ങനെ 5 വിധ ശുശ്രൂഷകൾ സഭയ്ക്ക് ദൈവം വളർച്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. അതിലൊന്നാണ് പ്രവാചകനായ അനന്യാസ്. അപ്പോൾ ഇതെല്ലാം കർത്താവ് ഒരു ദൈവസഭയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു ദൈവസഭ ഇല്ലാതെ ഒരുത്തൻ്റെയും വിളി പൂർണ്ണമാകില്ല. ദൈവവിളിയിലേക്ക് ഒരുവനെ പണിതെടുക്കുന്നതും അവനെ വാർത്തെടുക്കുന്നത് ഒരു വലിയ ശക്തനായ വ്യക്തിയാക്കി മാറ്റുന്നതെല്ലാം സഭയാണ്. എല്ലാറ്റിനും എല്ലാം നിറക്കുന്ന അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്കാണ് എല്ലാം കർത്താവ് കൊടുത്തിരിക്കുന്നത്. സഭയിലെല്ലാ നിറവുകളുമുണ്ട്. അതുകൊണ്ട് ഒരു ദേശത്തുള്ളൊരു സഭ വളരെ വിലപിടിപ്പുള്ളതാണ്. നിങ്ങൾ പോകുന്ന സഭയെ നിങ്ങൾ കരുതുകയും ആ സഭയ്ക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നത് സഭ മുഖാന്തിരമാണ്. അതുകൊണ്ട് സഭയെ വളരെയധികം കരുതുകയും സഭയോട് ചേർന്ന് നിൽക്കുകയും സഭയിൽ നടത്തുന്നവരെ ബഹുമാനിക്കുകയും അവരെ ഞെരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുവാൻ ഓരോ വ്യക്തികൾക്കും കടപ്പാടുണ്ട്. നിങ്ങൾ പോകുന്ന നിങ്ങളുടെ ലോക്കൽ ചർച്ചിനെ നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കാൻ ഉപയോഗിച്ച നിങ്ങൾ ആത്മാവിൽ വളർന്ന സഭ, അത് നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും നിങ്ങളുടെ ലോക്കൽ ചർച്ചിനെ നിങ്ങൾ മറക്കരുത്. നിങ്ങളെ വെട്ടിയെടുത്തത് എവിടെ നിന്നാണ്? ഒരു സാധുവായ ഒരു ദൈവദാസനും ദൈവദാസിയും കുറച്ച് സാധുക്കളായ ദൈവമക്കളും കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയായിട്ടാണ് പല പാപ സ്വഭാവത്തിൽ നിന്ന്, അഴുക്കിൽ നിന്നൊക്കെ പലരും പുറത്തു വന്നത്. അങ്ങനെ ഇന്ന് കാണുന്ന പദവിയിലെത്താൻ ഒത്തിരി പേര് അതിൻ്റെ പുറകിൽ പ്രാർത്ഥിച്ചത് മറന്ന് പോയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇന്ന് ഓർത്ത് അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ച് അവർക്കൊരു നന്ദി പറയാനും ഒക്കെ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ ആരംഭകാലത്ത് നിങ്ങളെ നയിച്ചവരെ ഓർത്ത് നന്ദി പറയണം. അവരൊക്കെ നിങ്ങൾക്ക് വലിയ കടപ്പാടുള്ളവരാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട സഭ ബദേലേജി ബാംഗ്ലൂർ ചർച്ച്, ആ സഭയുമായിട്ട്
എപ്പോഴും എനിക്കൊരു ബന്ധമുണ്ട്, കടപ്പാടുണ്ട്. ആ സഭയിലെ പാസ്റ്ററുമായിട്ടും ആ സഭയിലെ മെമ്പേഴ്സുമായിട്ട് എനിക്കൊരു കടമയും കടപ്പാടുമുണ്ട്. ഇതൊക്കെ ഞാൻ മറക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ഓരോ വ്യക്തികളും അറിയണം, ദമസ്കോസ് സഭയെ ശൗലിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ശൗലിനെ പൗലോസാകാൻ ദൈവമായ കർത്താവ് ഉപയോഗിച്ചത് ഈ ദമസ്കോസിലാണ്. ദമസ്കോസിലെ സഭയെ നശിപ്പിക്കാനാണ് ശൗല് വന്നത്. എന്നാൽ ആ സഭ പ്രാർത്ഥിക്കുന്ന ഒരു സഭയായതുകൊണ്ട് ശൗൽ അവിടെ വെച്ച് രൂപാന്തരപ്പെടുകയാണ്. അപ്പോൾ ഒരു ആത്മാവിൻ്റെ സമൃദ്ധിയുള്ള ഉപവാസവും പ്രാർത്ഥനയും വിശ്വാസ ജീവിതവും ഒക്കെയുള്ള ഒരു സഭ ആണ് നിങ്ങളുടെ സഭയെങ്കിൽ ആ സഭ മുഖാന്തിരം നിങ്ങൾക്കൊരു അഭിവൃദ്ധിയുണ്ട്, നിങ്ങൾക്കൊരു വളർച്ചയുണ്ട്, നിങ്ങൾക്കൊരു പുരോഗതിയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ നടത്തിയവരെ ഓർക്കണം. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചവരും കരഞ്ഞവരും നിങ്ങളുടെ വിഷമങ്ങളിൽ വിഷമിച്ചവരൊക്കെയാണ് അവർ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ്. അവരുടെ സ്ഥലം വിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടില്ല. അവരുടെ ആ കൊച്ചു ഗ്രാമത്തിൽ തന്നെ ജീവിച്ചവരാണ്. അവരെ നിങ്ങൾ മറന്നു കളയരുത്. നിങ്ങളുടെ ആരംഭകാലത്തുണ്ടായിരുന്ന കൂട്ടുവിശ്വാസികളെ, സഭയെ, ശുശ്രൂഷകനെ ഒക്കെയും സമയമുള്ളപ്പോൾ നിങ്ങൾ പോയി കാണാനും മറക്കരുത്. ആമേൻ. ആരോടൊക്കെയോ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുകയാണ്. കർത്താവിൻ്റെ ഒരു വലിയ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇങ്ങനെ വരുവാൻ ഇടയാകട്ടെ. 13-ാമത്തെ വാക്യം. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. അനന്യാസിനെ, ശൗലിനെ കുറിച്ച് ഒരു വലിയ വാർത്തയുണ്ട്. അത് സത്യമായിരുന്നു. ദുഷ്ടനാണ്, ഉപദ്രവിയാണ്, ദൂഷകനാണ്, സൂക്ഷിക്കേണ്ട ഒരാളാണ്, തീവ്രവാദിയാണ്. വാസ്തവമാണ്. ഇതവൻ കേട്ട കാര്യമാണ്. സൂക്ഷിച്ചു നിന്നേ മതിയാകൂ. അത് തന്നെ അങ്ങോട്ട് കർത്താവിനോട് പറയുകയാണ്. പ്രാർത്ഥന തുടരുകയാണ്. കർത്താവേ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതിന് കർത്താവിൽ നിന്നുള്ളൊരു സ്വരം. വേറൊരു കാര്യം കൂടി. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെയുള്ളവരെ എല്ലാം പിടിച്ചു കെട്ടാൻ അധികാരപത്രം ലഭിച്ചവനാണ്. ഗവൺമെന്റ് അധികാരമുള്ളവനാണ്. അവൻ ഭയങ്കര മിടുക്കനാണ്. അവനൊരു കാര്യത്തിൽ സ്റ്റെപ്പ് വെച്ചാൽ ദൈവസഭയ്ക്ക് ഒരു ചുവട് വെക്കാൻ കഴിയില്ല. ദൈവസഭയെ മറിക്കാനുള്ള ശേഷി അവനുണ്ട്. എന്നാൽ കളിക്കുന്നത് ദൈവസഭയോടാണ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നത്. യേശു പണിയുന്ന സഭയ്ക്കെതിരെ ആരെഴുന്നേറ്റാലും യേശു അതിനെ കൈകാര്യം ചെയ്യും. മനുഷ്യരതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതെ, ഇവിടെ 15-ാമത്തെ വാക്യത്തിൽ കാണുന്നു, കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകും. അവൻ ജാതികളുടെ നടുവിൽ നിൽക്കും, രാജാക്കന്മാരുടെ നടുവിൽ നിൽക്കും, യഹൂദന്മാരുടെ നടുവിൽ നിൽക്കും. ജാതികൾ, യഹൂദന്മാർ, രണ്ട് ഗ്രൂപ്പേ ഭൂമിയിലുള്ളൂ. ഒന്ന് ജാതികൾ, ദൈവമില്ലാത്തവർ. രണ്ട് യഹൂദന്മാർ, ദൈവത്തോട് ഉടമ്പടിയുള്ളവർ. അതുകൂടാതെ വലിയ വലിയ രാജാക്കന്മാർ. ഇവരുടെ എല്ലാം മുമ്പിൽ എൻ്റെ വചനവുമായി നിൽക്കാൻ ഞാൻ തെരഞ്ഞെടുത്ത ഒരു പാത്രം. അപ്പോൾ കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പാണ്, ലോകസ്ഥാപനത്തിന് മുന്നമേയാണ് എന്നുള്ളതിൻ്റെ വാക്യങ്ങളൊക്കെ പുറകെ പൗലോസ് പിന്നീട് പറയുന്നുണ്ട്. ഞാൻ പാപിയായിരിക്കുമ്പോൾ, ഞാൻ ദുഷ്ടനായിരിക്കുമ്പോൾ, ഞാൻ ദൈവസഭയെ മുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും കർത്താവ് എന്നെ കൈവിടുന്നില്ല. അപ്പം ഇന്നിത് കേൾക്കുന്ന പലരും അറിയണം, ഇന്ന് ദൈവസഭയ്ക്കും നമുക്കെല്ലാവർക്കും വ്യക്തിപരമായി ഉപദ്രവമായിരിക്കുന്നവർ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു മാനപാത്രമാണ് എന്നുള്ളതും നമ്മൾ വിസ്മരിച്ച് കളയരുത്. നമ്മുടെ മുമ്പിലുള്ളവർ നാളെ കർത്താവ് ഉപയോഗിക്കാനുള്ള, രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കാനുള്ള, ജാതികളുടെ മുമ്പിൽ യഹൂദന്മാരുടെ മുമ്പിലും നിന്ന
ശൗലിനെ പോലെയൊക്കെ ദൈവത്തിന് ഉപയോഗിക്കേണ്ട ആൾക്കാരാണ് ഇവരെല്ലാം. അതുകൊണ്ട് ആരെയും പ്രത്യേകിച്ച് വിധിക്കരുത്. ഇവൻ ഇന്നതെയാണ് എന്ന്, ഇവൻ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ആകുള്ളൂ, ഇവനിൽ ഏകദേശം ഇത്രയൊക്കെ ഞങ്ങൾ കണക്ക് വെച്ചിട്ടുള്ളൂ എന്ന് നിങ്ങളാരും ഒരു വ്യക്തിയെയും വിധിക്കരുത്. അതിനപ്പുറമാണ് ദൈവത്തിൻ്റെ പ്ലാനുകൾ. അനന്യാസേ, നിനക്കൊരിക്കലും രാജാക്കന്മാരെ നിൽക്കാനുള്ള വിളി ഇതുവരെ ആയില്ല. നീ ജാതികളുടെ ഇടയിൽ നിൽക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ നീ യഹൂദന്മാരുടെ ഇടയിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതാ നീ ചെന്ന് കൈവെക്കാൻ പോകുന്ന വ്യക്തി ജാതികളുടെ ഇടയിലും യഹൂദന്മാരുടെ ഇടയിലും രാജാക്കന്മാരുടെ മുൻപിലും നിൽക്കാൻ ഞാൻ തെരഞ്ഞെടുത്ത പാത്രമാണ്. നമ്മൾ ചെന്ന് കൈവെക്കുന്ന ചിലർ, നമ്മുടെ മുൻപിൽ പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന ചിലർ, നമ്മുടെ മുമ്പിൽ കണ്ണുനീരോടെ നിൽക്കുന്ന ചിലർ, നമ്മുടെ മുൻപിൽ മറുപടികൾ കാണാതെ ഇരിക്കുന്ന ചിലർ, നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിലർ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്തതാണെന്ന് എത്ര പേർക്കറിയാം? അനേക രാജ്യങ്ങളിൽ നിൽക്കാനുള്ളവരാണെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ നിലയിൽ കണ്ടുകൊണ്ട് നമുക്ക് ചിലരെ സുവിശേഷത്തിനായിട്ട് ഒരുക്കിയെടുക്കാം. നമ്മൾ കാണുന്ന ചില വ്യക്തികൾ നാളുകളിൽ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ സാക്ഷ്യം പറയും, നമ്മെക്കുറിച്ച് പറയും. അനേക രാജ്യങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയും. ഇന്ന സഹോദരി കാരണമാണ് ഞാനിവിടെ എത്തിയത്, ഇന്ന ബ്രദറിനെയാണ് ദൈവം അതിനായിട്ട് ഉപയോഗിച്ചത്. അനന്യാസിനെ മറക്കാൻ ശൗലിന് ഒരിക്കലും കഴിയില്ല. എൻ്റെ ജീവിതത്തെ മറ്റൊരു ഡയറക്ഷനിലേക്ക് മാറ്റാൻ കർത്താവ് ഉപയോഗിച്ച മനുഷ്യൻ അതിനെന്ത് ചെയ്തു? കർത്താവ് തന്നെ അനന്യാസിന് അതിനുള്ള ദൈവകൃപ കൊടുത്തു. ഇതുപോലെ ഇത് കേൾക്കുന്ന പലരെയും അനന്യാസിൻ്റെ അഭിഷേകം പോലെ ഉപയോഗിക്കാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ആരൊക്കെയോ എവിടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, നീ ചെന്ന് കൈവെക്കേണ്ടതിന്. ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് കരയുന്നു, നീ ചെന്ന് കൈവെക്കേണ്ടതിന്. ആരൊക്കെയോ എവിടെയൊക്കെയോ കാത്തിരിക്കുകയാണ്, വേദനിച്ചിരിക്കുകയാണ്, നിന്റെ വരവ് സംഭവിക്കേണ്ടത്. കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്ക് പത്രോസ് പോയതുപോലെ, മക്കെദോന്യക്ക് പൗലോസ് പോയതുപോലെ ഒക്കെയും ചില യാത്രകൾ ഇത് കേൾക്കുന്ന പലർക്കും സുവിശേഷ സംബന്ധമായിട്ടുണ്ട്. ഈ സത്യം അറിഞ്ഞ് മുന്നോട്ട് അനേക ശൗലിമാരെ നിങ്ങൾ കണ്ടെത്താൻ പോവുകയാണ്. നിങ്ങളെക്കാൾ ശക്തരെ, നിങ്ങളെക്കാൾ അഭിഷിക്തരെ, നിങ്ങളെത്താത്ത സ്ഥലങ്ങളിൽ എത്തുന്നവരെ. അതുകൊണ്ടാണ് സങ്കീർത്തനം 127 പറയുന്നത്, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് യൗവനത്തിലെ മക്കൾ. വീരൻ വില്ല് കുലച്ച് അസ്ത്രമെയ്യുമ്പോൾ വീരൻ എത്താൻ കഴിയാത്തയിടത്ത് അസ്ത്രങ്ങൾ എത്തുകയാണ്. മരത്തിൻ്റെ മുകളിൽ അസ്ത്രങ്ങൾ എത്തുകയാണ്. വീരൻ അവിടം വരെ എത്താൻ ബുദ്ധിമുട്ടാണ്. വളരെ ദൂരങ്ങളിലേക്ക് അസ്ത്രങ്ങൾ എത്തുകയാണ്. അവിടെയാണ് വീരൻ്റെ സ്വപ്നങ്ങൾ നടക്കുന്നത്. അതുപോലെ വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങളെപ്പോലെ യൗവനത്തിലെ മക്കൾ. ഇത് അനന്യാസിൻ്റെ നല്ല പ്രായത്തിൽ ആത്മീകമായിട്ട് നേടിയ ഒരു മകനാണ് ശൗൽ. ഇതുപോലെ നമുക്ക് അനേകരെ കർത്താവ് മക്കളായിട്ട് തരാൻ പോവുകയാണ്. നമ്മൾ നേടിയവർ നമ്മുടെ മക്കളായി, ആത്മീക പൈതങ്ങളായി. അതുകൊണ്ട് പ്രസവിക്കാത്ത മച്ചി ആർത്ത് ഘോഷിക്ക എന്ന് യെശയ്യാവ് 54 പറയുന്ന അതേ വാക്യം ഇപ്പോൾ നമുക്കും എടുത്തു പറയാം. ഞാൻ ഇന്നുവരെയും ഒരു കുഞ്ഞിന് ജനനം കൊടുത്തിട്ടില്ല, എന്നാൽ ഞാൻ ആർത്ത് ഘോഷിക്കും, കാരണം അതുപോലെ ആത്മീക തലമുറകൾ എനിക്കുണ്ടാകുമെന്ന് ധൈര്യമായിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ വിശ്വസിക്കാം, പറയാം. അനേകരെ നേടാൻ കർത്താവ് അനന്യാസിനെ പോലെ കർത്താവ് ഉപയോഗിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങിൽ ആശ്രയിക്കുന്നു. അനന്യാസിൻ്റെ മേലുള്ള ഈ അഭിഷേകം, ആത്മനിറവ്, അനന്യാസിൻ്റെ മേൽ പകർന്ന കൃപ, ദർശനങ്ങളിൽ അങ്ങയുടെ സന്ദർശനങ്ങൾ തിരിച്ചറിയാനുള്ള കൃപ, മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നവരുടെ സ്ഥലവും വീടും അഡ്രസ്സും അവൻ്റെ തെരുവും എല്ലാം മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ ദർശനങ്ങളും ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളിലും ഉണ്ടായിട്ട് അവർക്ക് അങ്ങനെയുള്ള വെളിപ്പാടുകൾ കിട്ടി അനേക വീടുകളിൽ ചെന്ന് അനേകരെ രക്ഷിച്ചെടുക്കുവാൻ ഈ മക്കളെ ഉപയോഗിക്കണം. അസാധാരണമായ കൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടെ. കർത്താവിന് വേണ്ടി വളരെ ഫലം കായ്ക്കുന്ന
അന്ത്യകാല സഭയുടെ അത്ഭുത ഉപകരണങ്ങളായി ഓരോരുത്തരും തീരട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ കാണാം. ഇന്ന് വ്യാഴാഴ്ച രാവിലെ 10:30 സഭയിൽ വെച്ച് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്. കടന്നു വരണം. നമുക്ക് ഒരുമിച്ച് കൂടുതൽ നേരം ദൈവവചനം കേൾക്കാൻ കിട്ടുന്ന, ഒരുമിച്ച് ആരാധിക്കാൻ കിട്ടുന്ന അവസരമാണ്. കടന്നു വരണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ. വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ. മഹത്വമേ മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ. വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ. ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം. ഇസ്രായേലിൻ പരിശുദ്ധനേ. ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം. ഇസ്രായേലിൻ പരിശുദ്ധനേ. മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ. വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ. മഹത്വമേ മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ. വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ. ആദിമുതലുന്നതം ചേർന്ന് ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം. ഇസ്രായേലിൻ പരിശുദ്ധനേ. ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം. ഇസ്രായേലിൻ പരിശുദ്ധനേ. മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ. വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ. മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ. വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ. ആദിമുതലുന്നതം ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം. ഇസ്രായേൽ
സിംഹാസനം തലമുറകൾക്ക് സംഗീതം ഇസ്രായേലിൻ പരിശുദ്ധനേ മഹത്വമേ മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ വിശ്വസ്തനേ വിശ്വസ്തനേ